ഞാനിപ്പം നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് SSLCയുടെ ഫിസിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ലെസൺസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞ ലെസണിലുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്കറിയാം മാധ്യമം നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന മാധ്യമങ്ങൾ വായു, ജലം, ഗ്ലാസ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡയമണ്ട് വജ്രത്തിൻ്റെയും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് അതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ഓരോ പ്രകാശ വേഗം ഞാനിവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. പ്രകാശിക വേഗത്തിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മീഡിയം പ്രകാശ വേഗം. അതൊരു ക്വസ്റ്റ്യനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെത് വായുവിലുള്ള വേഗത അല്ലെങ്കിൽ ശൂന്യത അല്ലെങ്കിൽ വായുവിലുള്ള വേഗത എന്ന് പറയുന്നത് 3×10⁸ m/s ആണ്. വാട്ടർ ജലത്തിലൂടെയുള്ള വേഗത 2.25 × 10⁸ m/s ആണ്. ഗ്ലാസിന്റെ വേഗത ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 2 × 10⁸ m/s ആണ്. ഡയമണ്ട് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 1.25 × 10⁸ m/s ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശത്തിന് വേഗതയുള്ളത് വായുവിലാണ്, ഏറ്റവും കുറവുള്ളത് വജ്രത്തിനാണ്, ഡയമണ്ടിനാണ്. ഇനി ഈ പ്രകാശിക വേഗം നമുക്ക് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഇതിന്റെ പ്രകാശിക സാന്ദ്രത വെച്ചിട്ട് പറയാം ഓരോന്നിന്റെയും. പ്രകാശ സാന്ദ്രത ഏത് മാധ്യമത്തിലൂടെയാണോ പ്രകാശത്തിന് വേഗത കൂടുതൽ അതിന് പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എയർ എടുത്തു കഴിഞ്ഞാൽ എയറിലാണ് വായുവിന് പ്രകാശത്തിന് വേഗത കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്രകാശിക സാന്ദ്രത കുറവ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഏതിലാണോ കൂടുതൽ അതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതായത് പ്രകാശിക സാന്ദ്രത കുറവ് എന്ന് പറയുന്നത് ഏതിനായിരിക്കും? എയറിനായിരിക്കും. എയറിന്റെ വേഗതയാണ് കൂടുതൽ. എയറിനാണ് വായുവിൽ പ്രകാശത്തിന്റെ വേഗത കൂടുതൽ. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ഇവിടെ എയറിനായിരിക്കും. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മാധ്യമം എന്ന് പറയുന്നത് ഈ തന്നതിൽ വജ്രത്തിനാണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കണ്ടു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. എന്തിന്റെ ആരോഹണ ക്രമത്തിൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? വജ്രത്തിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. അപ്പൊ കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആദ്യം എഴുതണം. പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് വായുവായിരിക്കും, എയർ. അതിനുശേഷം അതിനെക്കാട്ടും കുറച്ച് കൂടുതലുള്ളത് ഏതിനാണ് വരുന്നത്? ജലത്തിന് വരും. പിന്നെ വരുന്നത് ഗ്ലാസിന്, പിന്നെ വരുന്നത് വജ്രത്തിന്. അപ്പൊ കൂടി വരുന്ന ക്രമത്തിൽ എഴുതാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വരുന്നത്, പ്രകാശിക സാന്ദ്രത വരുന്നത് വജ്രത്തിനായിരിക്കും. വജ്രത്തിനാണ്. അതൊരു ക്വസ്റ്റ്യൻ, അതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏത്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവുള്ളത് ഏതാണ്? അപ്പോൾ ഡയമണ്ട് ആണ് ഈ തന്നതില്. അതുകൊണ്ട് പ്രകാശ സാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് വജ്രം, ഡയമണ്ട് ആയിരിക്കും. ഇനി പിന്നെ വേറൊരു പറഞ്ഞിരിക്കുന്നത് പ്രകാശിക സാന്ദ്രത കൂടുന്ന സമയത്ത് തന്നെ അപവർത്തനാങ്കവും കൂടും. അപവർത്തനാങ്കം എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്ന പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോക്സ് നിങ്ങൾക്ക് തന്നിട്ട് ഒരു 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ പ്രകാശിക വേഗതയുടെ അടിസ്ഥാനത്തിൽ എഴുതാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പ്രകാശിക സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ എഴുതാനുണ്ടാവും. അതോടൊപ്പം തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതിന്റെ അപവർത്തനാങ്കം വെച്ചിട്ട് എഴുതാൻ. അപവർത്തനാങ്കം എങ്ങനെ വരുമെന്ന് വെച്ചാൽ അപവർത്തനാങ്കം പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അപവർത്തനാങ്കവും കൂടുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാശിക സാന്ദ്രത കൂടുതൽ ഡയമണ്ടിനാണ്. അതുകൊണ്ട് തന്നെ അപവർത്തനാങ്കവും കൂടുതൽ ഏതിനായിരിക്കും? ഡയമണ്ടിനായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസും വാട്ടറും എടുത്തു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് ഏതിനായിരിക്കും? ഗ്ലാസിനായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേഗത കുറവ് ഗ്ലാസിനാണ്. അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഗ്ലാസിനായി. നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. പ്രകാശത്തിന്റെ വേഗത ഏതിലാണോ കൂടുന്നത് അതിന് പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറവാണെങ്കിൽ എന്തായിരിക്കും? പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറയുന്നു. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതായത് അപവർത്തനാങ്കവും കൂടുന്നു. ഇനി അപവർത്തനാങ്കം കണ്ടുപിടിക്കാനുള്ള ഫോം നിങ്ങൾക്കറിയാം. എന്താണ്? NM. അതിന് കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നുണ്ട്. സാധാരണ അപവർത്തനാങ്കത്തിന് തന്നെ കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അപവർത്തനാങ്കം കണ്ടുപിടിക്കുന്നത്? അപവർത്തനാങ്കം എന്ന് പറഞ്ഞാല് അതായത് 2 മാധ്യമങ്ങളിലെ പ്രകാശത്തിന്റെ വേഗതയുടെ അനുപാതത്തിനെയാണ്, അല്ലെങ്കിൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന്റെ പറയുന്നത്. അതിന് അനുപാതത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അത് കേവല അപവർത്തനാങ്കം എന്ന് പറയുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നു? പ്രകാശത്തിന്റെ വേഗതയും
ഏത് മാധ്യമമാണ് എടുക്കുന്നത് ആ മാധ്യമത്തിലെ വേഗതയും തമ്മിലുള്ള ഒരു അനുപാതം. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന എം എൻ എം എന്ന് പറയും. എൻ എം ഇസ് ഈക്വൽ ടു എന്താ പറയുന്നത് C/V എന്ന് കിട്ടും. അപവർത്തനാങ്കത്തിനെ സൂചിപ്പിക്കുന്നത് എൻ എം എന്നാണ്. അപ്പൊ എൻ എം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു C/V. സി എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗതയാണ്, വായുവിലുള്ള വേഗത. ഇതെന്താന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മാധ്യമമാണോ നമ്മൾ എടുത്തത്, ജലമാണെങ്കിൽ ജലത്തിന്റെ വേഗത, അതുപോലെ തന്നെ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിലുള്ള പ്രകാശത്തിന്റെ വേഗത, അങ്ങനെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പം എൻ ഓഫ് ഗ്ലാസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എൻ ഓഫ് ഗ്ലാസ് ആണ് കണ്ടുപിടിക്കുന്നത്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രകാശത്തിന്റെ വേഗത സി എന്ന് പറയുന്നത് 3 കോൺസ്റ്റന്റ് ആണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ ഇതിന്റെ എന്താണ് ഗ്ലാസിന്റെ വേഗത നമുക്കറിയാം 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതിനകത്ത് ഇത് രണ്ടും ഒരേപോലെയുള്ളതാണ്, അത് കട്ട് ചെയ്ത് പോയി. അവസാനം 3/2 = 1.5 എന്ന് കിട്ടും. അപ്പൊ ഗ്ലാസിന്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.5. അതുപോലെ നിങ്ങൾക്ക് ഏതാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുക്കുകയേ വേണ്ടു. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് വരുന്നത്. അപ്പൊ ഇതിനെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സ്നെൽസ് ലോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ അപവർത്തന നിയമങ്ങൾ അവിടെ പറയുന്നുണ്ട്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ അതിന്റെ തൊട്ട് മുന്നേ പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈസി ആണ്. അതിനകത്ത് തന്നെയാണ് സ്നെൽസ് ലോ വരുന്നത്. എന്താണ് സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ sin I/sin R. വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഇങ്ങനെ എല്ലാവർക്കും അറിയാം ഒരു വിധം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നതാണത്. അതായത് പ്രകാശിക സാന്ദ്രതയില് വ്യത്യാസമുള്ള 2 മാധ്യമങ്ങളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പതിക്കുന്ന സമയത്ത്, ഇപ്പം വായുവിൽ നിന്നും, അതായത് ഇതിന്റെ നമുക്കിപ്പം നമുക്ക് 2 ലംബ രേഖകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ പ്രകാശരശ്മി വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പതിക്കുമ്പോൾ അത് ശരിക്കും ഇതെന്താണ്, വായുവും ഗ്ലാസും എടുത്തു കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കുറവ് വായുവിനും പ്രകാശിക സാന്ദ്രത കൂടുതൽ ഏതിനാണ്, ഗ്ലാസിനുമാണ്. അതായത് സാന്ദ്രത കുറവ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ഉള്ളത് ഏതിനാണ്, വായുവിനാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത് ഏതിനാണ്, ഗ്ലാസിനുമാണ്. അപ്പൊ വായുവും ജലവും എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ശരിക്കും ഇതിലൂടെ ഇങ്ങനെ ചെരിഞ്ഞ് പതിക്കുന്ന പ്രകാശരശ്മി കടന്നു പോകേണ്ടത് ഇതാ ഞാൻ ഈ ഡാഷ് ഇട്ടതാണ്. ഇതിലൂടെയാണ് ശരിക്കും പ്രകാശരശ്മി കടന്നു പോകേണ്ടത്. അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പതിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിലേക്ക് പ്രകാശം കടന്നു പോകുന്ന സമയത്ത് അതെന്താ ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ നോർമൽ അല്ലെങ്കിൽ ലംബം എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ അങ്ങോട്ട് പോകേണ്ടതാണ്, പക്ഷെ അതെന്ത് ചെയ്യുന്നു, ലംബത്തോട് അടുക്കുന്നു. ലംബത്തോട് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ചിലപ്പോൾ ഈ ഒരു ഇത് തന്നിട്ട് ബാക്കി ഇത് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ളതിലേക്കാണെങ്കിൽ ലംബത്തോട് അടുക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ വായുവിൽ നിന്ന് ജലത്തിലേക്കായാലും ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്കായാലും അല്ലെങ്കിൽ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കായാലും ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് നേരെ തിരിച്ചു വരും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഗ്ലാസിൽ നിന്നും വായുവിലേക്കാണ്. അപ്പൊ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് പ്രകാശം ചെരിഞ്ഞ് കടന്നു പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന് ഇതിലൂടെ അങ്ങോട്ട് പോകേണ്ടതാണ്. അതിന് പകരം എന്ത് ചെയ്യുന്നു, ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇപ്പം നമ്മുടെ ജലത്തിൽ നിന്നും വായുവിലേക്കാണെങ്കിലും ഗ്ലാസിൽ നിന്നും വായുവിലേക്കാണെങ്കിലും ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് വേറൊരു ചിത്രം അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ കോണ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ക്രിട്ടിക്കൽ കോൺ ഞാൻ ഇങ്ങനെ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാണ്. ക്രിട്ടിക്കൽ കോണ് ഓരോന്നിനും ഓരോ ക്രിട്ടിക്കൽ കോണ് പറഞ്ഞിട്ടുണ്ട്. അതായത് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞത് 48.6° ആണ്. അതായത് പ്രകാശം കടന്നു പോകുന്ന സമയത്ത് അത് 90° പെർപെൻഡിക്കുലർ ആയിട്ട്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോയിട്ട് ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഏത് ആംഗിളിലാണോ പ്രകാശരശ്മി ഇപ്പം ഇവിടെ നമ്മൾ വരച്ചിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്ക് കടന്നു പോകുന്നത് അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രം വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ജലത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞത് 48.6° ആണ്, 48.6°. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42° ആണ്, 42°.
ഇനി പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് അടുത്തൊരു ഭാഗം, അതിന്റെ അടുത്ത ഭാഗം വരുന്നത് അതാണ് പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടിയ ആംഗിളിൽ പ്രകാശം പതിക്കുന്ന സമയത്ത് അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രതിപതിച്ചിട്ട് വരും. അതായത് ഇങ്ങനൊരു ലൈറ്റ്, ഒരു പ്രകാശരശ്മി കടന്നു പോയിട്ട് ഇതിലൂടെ പോവുകയാണെങ്കിൽ ഏത് ആംഗിളിൽ കൊടുക്കുമ്പോഴാണോ ഇതിലൂടെ പോകുന്നത് അതിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അത് ജലത്തിന്റെ ആണെങ്കിൽ 48.6 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. ഇനി ഇതിലൂടെ കടന്നു പോയിട്ട് അവിടെ എന്താണ് ഈ നോർമലിലൂടെ കടന്നു പോവാതെ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായി കടന്നു പോവാതെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നതാണെങ്കിൽ അതിനെയാണ് വിളിക്കുന്നത് പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് എപ്പോഴും സംഭവിക്കും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിളിലായിരിക്കുമ്പോഴാണ് ജലത്തിന്റെ ഏതിന്റെ ആയാലും ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടിയ ആംഗിളിൽ പ്രകാശരശ്മി പതിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ജലത്തിന്റെ ഒരു പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാവണമെങ്കിൽ 48.6 ഡിഗ്രിനെക്കാട്ടും കൂടിയ ആംഗിളിൽ പ്രകാശം പതിക്കണം, പ്രകാശരശ്മി പതിക്കണം. അതായത് ഇപ്പൊ 49 ഡിഗ്രി ആംഗിളാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമെന്ന് വെച്ചാൽ യെസ്, പറ്റും. അതേസമയം ജലത്തിന്റെ കേസിൽ 42 ഡിഗ്രിയിൽ ഒരു പ്രകാശരശ്മി പതിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുമെന്ന് വെച്ചാൽ നോ, പതിക്കില്ല. മനസ്സിലായല്ലോ. ഇനി ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ അതുപോലെ തന്നെ 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിനെക്കാട്ടും മുകളിലുള്ള ആംഗിൾ, കൂടിയ ആംഗിളിലാണ് പ്രകാശരശ്മി പതിക്കുന്നതെങ്കിൽ അവിടെ എന്ത് നടക്കും? പൂർണ്ണാന്തര പ്രതിപതനം നടക്കും. അതും ഇനിയുള്ളത് ലെൻസ് സമവാക്യമാണ്, ലെൻസ് ഫോർമുല. ലെൻസ് ഫോർമുലയുണ്ട്, നിങ്ങൾക്ക് മിറർ ഫോർമുലയുണ്ട്. ഇതിന് മുന്നത്തെ ലെസണിൽ നിങ്ങൾക്ക് മിറർ ഫോർമുല വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ലെൻസ് ഫോർമുലയാണ് പറഞ്ഞത്. ലെൻസ് ഫോർമുല എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് നിങ്ങൾ പഠിച്ചല്ലേ പറഞ്ഞേ? എന്താണ് ലെൻസ് ഫോർമുല? 1/f is equal to 1/v minus 1/u. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്, ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയും. അപ്പോൾ എന്താണ് ലെൻസ് ഫോർമുല വരുന്നത്? 1/f is equal to 1/v minus 1/u. ഇതിനകത്ത് തന്നെ നമുക്ക് പറയാം f is equal to uv by u minus v എന്ന് പറയാം. f is equal to uv by u minus v അല്ലെങ്കിൽ 1/f is equal to 1/v minus 1/u. ഇതാണ് ലെൻസ് ഫോർമുല. ലെൻസ് സമവാക്യം എഴുതുക എന്നൊക്കെ ചോദിക്കാം. ഇതൊക്കെ ഈ വർഷത്തെ ലെസൺ ആണ്. അതുകൊണ്ട് പിന്നെ ലെൻസ് അതിനകത്ത് തന്നെ നമുക്ക് എന്താണ് വേറെ വരുന്നത്? അതിനകത്ത് v കണ്ടുപിടിക്കാനുള്ള ഫോർമുല വരുന്നത് v is equal to എന്താണ് പഠിച്ചല്ലേ? uf by u plus f ആണ് v കാണേണ്ട ഫോർമുല. u കാണേണ്ട ഫോർമുല പറഞ്ഞത് u is equal to vf by f minus v. ഇത് uf by u plus f ആണ്. ഇത് vf by v minus f minus v ആണ് എന്ത് വരുന്നത്? u കാണേണ്ട ഫോർമുല. പിന്നെ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുണ്ടാകും, ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. യു എപ്പോഴും പ്രതിബിംബം, നമ്മൾ വസ്തു വെക്കുന്നത് എപ്പോഴും ലെൻസിന്റെ പിറകിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതായത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. നമ്മുടെ യൂകാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ചിട്ട് നമ്മൾ ഇതിന്റെ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന ദൂരത്തിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ റൈറ്റിലാണ് അതിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത്, അതിന്റെ ഫോക്കസ് ഉള്ളതൊക്കെ റൈറ്റിലാണ്, അതിന്റെ വലത്ത് ഭാഗം. അതുകൊണ്ട് യൂകാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താണ് യു ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്, വി സമം പോസിറ്റീവ് ആയിട്ട് എടുക്കും. പിന്നെ അതുപോലെ തന്നെ എഫ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ അത് ഒരു കേസിൽ മാത്രമേ കോൺവെക്സ് ലെൻസിൽ മാറ്റം വരുന്നുള്ളൂ. അതായത് പിക്കും എഫിനും ഇടയിൽ വസ്തു വെക്കുന്ന സമയത്ത് അവിടെ ഒരു നമുക്ക് മിഥ്യാപ്രതിബിംബം കിട്ടുന്നുണ്ട്. അവിടെ മാത്രമേ എന്താണ് യുടെ ഭാഗത്ത് തന്നെ, അതായത് വസ്തുവിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് പ്രതിബിംബം കിട്ടുന്നുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ എന്താണ് വിയും എഫും നമുക്ക് പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. പോസിറ്റീവായിട്ടാണ് കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതും. കോൺകേവ് ലെൻസിലാണെങ്കിൽ എന്താണ് നമുക്കത് നിങ്ങൾ കോൺവെക്സ് ലെൻസിന്റെ തന്നെ നിങ്ങൾക്ക് വരുള്ളൂ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസിന്റെ വെച്ചിട്ട് ചോദിക്കുമ്പോൾ. കോൺകേവ് ലെൻസിലാണെങ്കിൽ യു നെഗറ്റീവാണ്, വിയും നെഗറ്റീവായിട്ടാണ് വരുന്നത്, എഫ് നെഗറ്റീവായിട്ടാണ് വരുന്നത് കോൺകേവ് ലെൻസിന്റെ കേസിൽ. പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് ആവർത്തനമാണ്, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്കറിയാം. എന്താണ് പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. പ്രതിബിംബത്തിന്റെ ഉയരത്തിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? HI. വസ്തുവിന്റെ ഉയരത്തിനെ സൂചിപ്പിക്കുന്നത് HO, അതായത് ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും.
HI/HO വെച്ചിട്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം, ആവർത്തനം കണ്ടുപിടിക്കാം. ആവർത്തനത്തിന് നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M ആണ്, സ്മോൾ ലെറ്റർ M. അപ്പോൾ M is equal to HI/HO എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വിയും യു അറിയാമെങ്കിൽ നമുക്ക് ആവർത്തനം കണ്ടുപിടിക്കാം. ആവർത്തനം കണ്ടുപിടിക്കേണ്ട ഫോർമുല M is equal to V/U എന്നുള്ള ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാം. ഏതിനകത്ത്? ലെൻസ് ഫോമിൽ. ലെൻസിലെ മിററിൽ വരുന്ന സമയത്ത് അത് -V/U ആകുന്നുണ്ട്, ലെൻസിൽ V/U ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി പ്രതിബിംബത്തിന്റെ ഉയരം നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രതിബിംബത്തിന്റെ ഉയരം നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? തലകീഴായിട്ടാണ്, അതുപോലെ തന്നെ യഥാർത്ഥവുമായിരിക്കുന്ന അർത്ഥം. പ്രതിബിംബത്തിന്റെ ഉയരം നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ, ഉയരം കണ്ടുപിടിക്കാൻ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് തലകീഴായിട്ടായിരിക്കും. അതുപോലെ തന്നെ യഥാർത്ഥമായിരിക്കും. തലകീഴായിട്ട് എന്ന് വെച്ചത് അത് എന്തായിരിക്കും? അത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കുന്നതാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് റിയൽ ആണ്, റിയൽ പ്രതിബിംബ ഇമേജ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഇനി പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ലെൻസിന്റെ പവർ കാണാൻ. എന്താ ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമം, അതായത് റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. നമുക്ക് ഫോക്കൽ ലെങ്ത് സാധാരണ തരുന്നത് സെന്റിമീറ്ററിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പവർ കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് അതിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 50 സെന്റിമീറ്റർ എന്നാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു ലെൻസിന്റെ പവർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 50 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുകയെന്ന് വെച്ചാൽ 0.5 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 50 സെന്റിമീറ്റർ ആണ് തരുന്നതെങ്കിൽ അതിന്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1/0.5 ചെയ്യണം. 0.5 1/0.5 അല്ലെങ്കിൽ 1/5/100 എന്നാക്കുക, 50/100 എന്നാക്കുക. അപ്പോൾ 1/0.5 ചെയ്തു. 1/0.5 ചെയ്യുന്ന സമയത്ത് എത്രയായിട്ട് മാറും? ഇത് 10/5 എന്ന് വരും. എത്രയായിട്ട് മാറും? ഇത് 2 എന്ന് വരും. അപ്പം നമ്മുടെ ഫോക്കസ് ഇതിന്റെ പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ ഡയോപ്റ്റർ ആണ്. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. അതിനെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ D വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്, ലെൻസിന്റെ ഇതിന്റെ പവർ സൂചിപ്പിക്കുന്നത്. ഇനി ഡയോപ്റ്റർ D. ഇനി കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ലെൻസിന്റെ പവർ പോസിറ്റീവ് ആണെന്ന് തന്നു കഴിഞ്ഞാൽ അത് എന്ത് തരം പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തരുന്നെങ്കിൽ എന്ത് തരം ലെൻസാണത്? കോൺവെക്സ് ലെൻസും. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് തരം ലെൻസ് ആയിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പോൾ 25 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ ആണെങ്കിൽ പവർ കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യുക? ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ ആണെങ്കിൽ പവർ കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യുക? പവർ കാണാൻ പറയുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ 25 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ പവർ കാണാൻ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 1/0.25 25 സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റുക, എന്നിട്ട് ഹരിക്കുക. അപ്പൊ എന്താ കിട്ടുക? ഇവിടെ നമുക്ക് 1/0.25 ആണ്. അത് എത്രയായിട്ട് മാറും? ഇത് ഇവിടെ ഡിവിഷനിൽ 2 ദശാംശസ്ഥാനല്ലേ? അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100/25 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര കിട്ടും? 4 ഡയോപ്റ്റർ എന്ന് ഉത്തരം കിട്ടും. 4 ഡയോപ്റ്റർ ആയിരിക്കും അതിന്റെ പവർ എന്ന് പറഞ്ഞത്. അതേപോലെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇപ്പൊ പവർ 2 ഡയോപ്റ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പവർ തന്നു നിങ്ങൾക്ക്, ഇപ്പോൾ പവർ നിങ്ങൾക്ക് 2 ഡയോപ്റ്റർ തന്നു. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? F is equal to 1/2. 1/2 എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ഫോക്കൽ ലെങ്ത് പവർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പവറിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 1/2 എന്ന് എടുക്കുക. 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.5 ആണ്. ഈ 0.5 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? നമ്മുടെ F കിട്ടുന്നത് 0.5 മീറ്റർ ആണ് കിട്ടുക. നമ്മൾ പവർ തന്നതിന് നമ്മൾ ഫോക്കൽ ലെങ്ത്തിലേക്ക് മാറ്റുന്ന സമയത്ത് റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് അത് മീറ്ററിലാണ് കിട്ടുക. ഒന്നുകിൽ നമുക്കത് 0.5 മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്താ എഴുതാം? 50 സെന്റിമീറ്റർ എന്ന് എഴുതാം. 50 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി പിന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൺവെക്സ് ലെൻസിൽ എപ്പോഴും എങ്ങനെയുള്ള പ്രതിബിംബമാണ്? കോൺവെക്സ് ലെൻസിൽ എപ്പോഴും എങ്ങനെയുള്ള പ്രതിബിംബം കിട്ടുന്നത്? നിവർന്നതും വലുതുമായ മിഥ്യാപ്രതിബിംബമാണ്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിലാണെങ്കിൽ നിവർന്നതും ചെറുതുമായ മിഥ്യാപ്രതിബിംബം കിട്ടുന്നുണ്ട്. പിന്നെ നക്ഷത്രത്തിന്റെ മിന്നുതിളക്കത്തിന് കാരണം ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ അപവർത്തനം കൊണ്ട് തന്നെയാണ് അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് അന്തരീക്ഷ പാളികളുടെ അപവർത്തനാംഗങ്ങൾ, ഓരോ പാളികളുടെ അപവർത്തനാംഗങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിലൂടെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് മിന്നുന്ന പോലെ തോന്നും, ഇവിടെ നിന്ന് പ്രകാശം വരുന്ന പോലെ തോന്നും. അങ്ങനെ പല ഭാഗത്തും നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നക്ഷത്രം നമുക്ക് എന്താണ് ആ മിന്നത്തിളക്കത്തിന് കാരണം. അത് വിശദമായിട്ടൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഡെഫിനിഷൻസ് അടുത്ത ലെസൺസിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് പഠിക്കാനുള്ളത് നിയർ പോയിന്റ് എന്താണെന്ന് പഠിക്കണം,
എല്ലാം ഞാൻ അതിൻ്റെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സമയമുണ്ട്, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് മര്യാദക്ക് വായിച്ച് തറവാക്കി. നിങ്ങൾക്ക് അച്ഛനും അമ്മക്കും വേണ്ടി പഠിക്കലല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. എന്നുവെച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് 10th നിങ്ങൾക്ക് നിങ്ങളോട് പഠിക്കുക എന്ന് പറയാൻ നിങ്ങളെ അച്ഛനമ്മമാരുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടാകും, പിന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. നിങ്ങളിത് കഴിഞ്ഞ് +1 +2 എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ എന്താണ് സ്കൂളിലെ ടീച്ചേഴ്സും കാര്യമായിട്ട് നിങ്ങളോട് ഈ പറയുന്ന പോലെ നിങ്ങളോട് പറയൊന്നുമില്ല. ഇത്രയും കൂടുതൽ റിവിഷൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സിന്റെ വില നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളെ വിളിച്ചു ചോദിക്കുന്നുണ്ടോ, അത് പഠിച്ച് എന്തും തരാൻ അവർ തയ്യാറാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ പലരും ഓൺലൈനിൽ അവർ തരാൻ തയ്യാറാണെങ്കിൽ തന്നെയും പലരും അത് ലെഫ്റ്റ് അടിച്ച് പോകുന്ന അതും പറയുന്നത് കേൾക്കുന്നുണ്ട് ചിലവർ. ടീച്ചേഴ്സ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ കുട്ടികൾക്ക് അത് വേണ്ട. പക്ഷെ നിങ്ങൾക്കൊരു കാലത്ത് അത് കിട്ടാതിരിക്കുമ്പോഴാണ് അന്നേരം നിങ്ങൾ +2 എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നിപ്പോകും അന്നേരം. അപ്പോൾ നിയർ പോയിന്റ് എന്താണെന്ന് പഠിക്കണം, ഫാർ പോയിന്റ് പഠിക്കണം, പവർ ഓഫ് അക്കോമഡേഷൻ പഠിക്കണം, അതായത് സമഞ്ജനക്ഷമത എന്ന് പറയും, അതെന്താണെന്ന് പഠിക്കണം. നിയർ പോയിന്റും ഫാർ പോയിന്റും മലയാളത്തിലും അതേ വാക്ക് തന്നെയാണ്. പിന്നെ പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത, പിന്നെ ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും, ലോങ് സൈറ്റഡ്നെസ് എന്ന് വിളിക്കും. ദീർഘദൃഷ്ടി എന്താണെന്ന് ഡെഫിനിഷനായിട്ട് തന്നെ പഠിക്കണം. മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് ഹ്രസ്വദൃഷ്ടി എന്താണെന്ന് പഠിക്കണം. പ്രസ്ബയോപ്പിയ വെള്ളെഴുത്ത്, നേത്രദാനത്തിന്റെ പ്രത്യേകത, അതിന്റെ ധർമ്മം, നേത്രദാനത്തിന്റെ അതിന്റെ ആവശ്യകത, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഇതെവിടെ തന്നിട്ടുണ്ട്, അതും ചോദിക്കാം. എങ്ങനെ വേണം, ഏത് ഭാഗത്തും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ പ്രകാശ പ്രകീർണനം, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് പല ഭാഗങ്ങളിൽ അത് പലതായിട്ട് അതിന്റെ പല കളറിലേക്ക് വരുന്നത്, അതിനാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. വൈറ്റ് ലൈറ്റ് 7 നിറങ്ങളായിട്ട് മാറുന്നതാണ് പ്രകാശ പ്രകീർണനം. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, കോമ്പസിറ്റ് ലൈറ്റ് എന്ന സമന്വിത പ്രകാശം, ഈ 7 വർണ്ണങ്ങളുള്ള പ്രകാശത്തെ നിങ്ങൾക്ക് ആദ്യം പ്രകാശ പ്രകീർണനം കാണിക്കാൻ ഒരു പ്രിസം മാത്രം വെച്ചിട്ടുള്ള ചിത്രമാണ് കോമ്പസിഷൻ ഓഫ് ലൈറ്റ് പറയുന്നത്. കോമ്പസിറ്റ് ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിസത്തിനും അതുപോലെ തന്നെ അതേ പ്രിസത്തിനെ തിരിച്ചു വെച്ചിട്ടുള്ള ഇത് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ചിത്രം ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്നതാണ്. അപ്പോൾ അത് കോമ്പസിറ്റ് ലൈറ്റിൽ വരുന്നതാണ്. പിന്നെ മഴവില്ലിന്റെ പ്രത്യേകത, അതിന്റെ പുറം വക്കിൽ കാണപ്പെടുന്നത് അകം വക്കിൽ കാണപ്പെടുന്ന നിറം ഏതെന്നൊക്കെ ചോദിക്കാം. മഴവില്ല് എങ്ങനെ ഉണ്ടാവുന്നു, ഏത് സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. പിന്നെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത, അതായത് നിങ്ങളൊരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അത് 1/16 സെക്കൻഡ് 16ൽ 1 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ ആ ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിലുണ്ടാവും. അതിനാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിജിയോ ഈ 7 വർണ്ണങ്ങൾ അടങ്ങിയ ഒരു ന്യൂട്ടൺ കളർ ഡിസ്ക് നിങ്ങൾ തിരിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ പെട്ടെന്ന് വളരെ വേഗത്തിൽ തിരിക്കുന്ന സമയത്ത് അത് വെള്ളയായിട്ട് കാണപ്പെടാൻ കാരണം ഓരോ വർണ്ണവും നമ്മുടെ കണ്ണിൽ വയലറ്റ് കണ്ടു, അപ്പത്തിക്കന്നെ ഇൻഡിഗോ വന്നു. ഇൻഡിഗോ ആ 1/16 സെക്കൻഡിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു, ഇതൊക്കെ കളേഴ്സ് ഒരുമിച്ച് നമ്മുടെ കണ്ണിലേക്ക് വരുവാണ്. അതുകൊണ്ട് നമുക്ക് അതെല്ലാം കൂടി ചേർന്നിട്ട് വെള്ളയായി തോന്നപ്പെടും. അതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മൾ തീക്കൊള്ളി തൊഴുത്തുന്ന സമയത്ത് അതിങ്ങനെ തീകോളമായിട്ട് ഇങ്ങനെ കാണുന്നത്, വളയം പോലെ, കോളമല്ല വളയമായിട്ട് നമുക്ക് കാണപ്പെടുന്നത്, അതൊക്കെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. പിന്നെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, വിസരണം, അന്തരീക്ഷത്തിലൂടെ അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ പ്രകാശരശ്മി കടന്നു വരുന്ന സമയത്ത് പല പൊടിപടലങ്ങളിലൂടെ ഒക്കെ കടന്നു വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു, തട്ടി നാനാഭാഗത്തേക്ക് ചിതറിത്തെറിച്ച് പോകുന്നതിനെയാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ വിസരണം അതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഉദയാസ്തമയ സമയങ്ങളിൽ നമ്മുടെ സൺറൈസിന്റെ സമയത്തും അതുപോലെ തന്നെ സെറ്റിന്റെ സമയത്തും സൂര്യൻ ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം ചോദിക്കുന്നത് ആ സമയത്ത് കൂടുതൽ തരംഗദൈർഘ്യമുള്ള ചുവപ്പിനാണ് സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്താൻ പറ്റുന്നത്. അതാണ് അതിന്റെ കാരണം. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പിന്നെ ആകാശം നീലനിറത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ആഴക്കടൽ നീലനിറത്തിൽ കാണപ്പെടുന്നത് വിസരണം കൂടുതൽ വയലറ്റിനായതുകൊണ്ടാണ് അല്ലെങ്കിൽ നീല ആ കളറിനായതുകൊണ്ടാണ്. പിന്നെ വരുന്നത് ടിൻഡൽ പ്രഭാവം, ടിൻഡൽ എഫക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതും ഡെഫിനിഷനാണ്. ഈ പറയുന്നതൊക്കെ തന്നെ ഡെഫിനിഷനാണ് ടിൻഡൽ എഫക്റ്റ്. പിന്നെ പ്രകാശ മലിനീകരണം, ലൈറ്റ് പൊല്യൂഷൻ. ഈ വർഷം ഇതുവരെ ആദ്യമായിട്ട് വന്ന ഭാഗമാണ് പ്രകാശ മലിനീകരണം, ലൈറ്റ് പൊല്യൂഷൻ. അതും കാര്യമായിട്ട് തന്നെ നോക്കണം. അത് എന്താണെന്നും അതിന് നമുക്ക് എങ്ങനെയൊക്കെ കുറച്ചു കൊണ്ടുവരാമെന്നും അതൊക്കെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന വേറൊരു ഭാഗമാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ. ഒരു കുട്ടിയുടെ രൂപകൽപ്പനയിൽ
വന്നതാണത്. അതും ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചവർക്ക് അത് കാണാൻ പറ്റും. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ച ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഈ ലൈറ്റ് പൊല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണതൊക്കെ. നമ്മുടെ നമ്മൾ ഇങ്ങനെ കൂടുതൽ വെളിച്ചം നമ്മൾ ആകാശത്തിലേക്ക് അടിക്കുന്ന സമയത്ത് പല പക്ഷികൾ, ദേശാടനം ചെയ്യപ്പെടുന്ന പക്ഷികൾക്ക് അവരുടെ ദിശ തെറ്റിപ്പോകുന്നത്, പിന്നെ അങ്ങനെയുള്ള പല നമുക്ക് കൃത്യമായിട്ട് ആകാശം നിരീക്ഷിക്കാൻ പറ്റാതെ വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രകാശ മലിനീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തെ കറുത്ത വാവ് വരുന്ന ആഴ്ചയാണ്. പിന്നെ അടുത്ത ലെസൺസിൽ വരുന്നത് ഫ്യൂവൽസ് ആണ്. ഈ പറയുന്നതൊക്കെ തന്നെയും ഞാൻ വെറുതെ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാണ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവസാനത്തെ ലെസൺ വായിക്കാനേ ഉള്ളൂ എന്ന് വിചാരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള ലെസൺ ആണത്. അതിനകത്ത് ഈ ഫ്യൂവൽസിനെ പറ്റി പറയുന്നുണ്ട്, ഇന്ധനങ്ങൾ, പിന്നെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ പൂർണ്ണ ജ്വലനം പറയുന്നുണ്ട്, പാർഷ്യൽ കമ്പസ്റ്റൻ ഭാഗിക ജ്വലനം. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, അത് കൊണ്ട് ഉണ്ടാവുന്ന ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷങ്ങൾ ചോദിക്കാം. പിന്നെ ഫോസിൽ ഫ്യൂവൽസ്, എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് ചോദിക്കാം. അതായത് വായുവിന്റെ അസാന്നിധ്യത്തിൽ ഭൂമിക്ക് അടിയിൽ പെട്ടുപോകുന്ന സസ്യങ്ങളുടെയും അതുപോലെ ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്ന ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോൾ കോള്, കൽക്കരി, ഇതൊക്കെ തന്നെ വരുന്നത്. LPG ആൻഡ് സേഫ്റ്റി പറയുന്നുണ്ട്. അതിനെ തന്നെ ബ്ലവി എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ട്. എന്താണ് ബ്ലവി? അതൊക്കെ ഈ വർഷം വന്നതാണ്. പിന്നെ ബ്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഗ്യാസ് ലീക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത്, ഇതിന്റെ ചൂട് കൂടുന്ന സമയത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഈ LPG ഗ്യാസ്, അതായത് ബ്യൂട്ടൈൻ ഗ്യാസ്, നമ്മുടെ കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്, അതിന് സാന്ദ്രത നമ്മുടെ വായുവിനേക്കാൾ കൂടുതലാണ്. സാന്ദ്രത കൂടുതലാവുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ അത് പൊങ്ങിപ്പോവില്ല. അതെന്ത് ചെയ്യും, താഴേക്ക് നിൽക്കും, എയറിനെക്കാളും താഴെ നിൽക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ തീ പിടിക്കാൻ, ഉഗ്രസ്ഫോടനത്തിനോടെ തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലവി എന്ന് പറയുന്നത്. ബ്ലവി. അപ്പോൾ മർദ്ദം കൂടുന്ന സമയത്ത് വാതകം LPG വികസിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഒരു സാധനം വികസിക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളുന്ന സ്ഥലം അതിന് പോരാതെ വരും. അപ്പോൾ വികസിക്കുന്ന സമയത്ത് അതിന്റെ വ്യാപ്തം കൂടുകയും, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഉൾക്കൊള്ളുന്ന സിലിണ്ടറിന് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും അതെന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വന്ന് അതിന്റെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനെയാണ് നമ്മുടെ ബ്ലവി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ സിലിണ്ടറിന്റെ മേലെ, ഈ സിലിണ്ടറിൽ നമ്മൾ ഇപ്പം അന്തരീക്ഷത്തിൽ ഇപ്പം 3% ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ LPG 3% നമുക്കൊരു സ്മെല്ല് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഗ്യാസ് ലീക്കിന്റെ സ്മെല്ല് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 3% LPG അന്തരീക്ഷത്തിലുണ്ട് എന്നാണ്. ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടാവണമെങ്കിൽ 2% LPG മതി. മനസ്സിലായല്ലോ? 3% ആയി കഴിഞ്ഞാൽ ആണ് നമുക്ക് ഗ്യാസ് ലീക്കിന്റെ സ്മെല്ല് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഗ്യാസ് ലീക്കിന്റെ സ്മെല്ല് അനുഭവപ്പെടാൻ കാരണം നിങ്ങൾക്കറിയാം, LPG എന്ന് പറഞ്ഞ വാതകത്തിന് നിറമോ മണമോ ഇല്ലാത്തതാണ്. അപ്പോൾ ആ മണം കിട്ടാൻ വേണ്ടി നമുക്കതിന് മീഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ചേർത്തിട്ടാണ് നമുക്ക് അതിന്റെ ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചു. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്കറിയാം, നമുക്ക് ജാനുവരി മാസങ്ങൾ നമുക്കറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ അത് കുറേ വിശദമായിട്ടൊന്നും നിങ്ങൾ കൊടുത്തിട്ടുണ്ടത്, എത്രയാളത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് 12 മാസങ്ങളാണുള്ളത്. അപ്പോൾ 12 മാസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോടും അത് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് 12 മാസങ്ങളിൽ നമുക്കറിയാം, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ 12 മാസങ്ങൾ നിങ്ങൾ 4 ആക്കിയിട്ട് ഇപ്പം ഭാഗിക്കുന്ന വെച്ചോ. ഞാൻ 4 ആക്കിയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതിനെ ഞാൻ ഒന്നാമത്തെ ഭാഗമാക്കി മാറ്റി. ഇതിനെ ഞാൻ A എന്ന് വിളിച്ചു. ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. ഇതിനെ ഞാൻ B എന്ന് വിളിച്ചു. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞാൽ ഇനി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇതിനെ ഞാൻ C എന്ന് വിളിച്ചു, സെപ്റ്റംബർ. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിനെ ഞാൻ D എന്ന് വിളിച്ചു. ഈ എല്ലാ ഗ്യാസ് കുറ്റിയുടെ മേലെയും ഗ്യാസ് സിലിണ്ടറിന്റെ മേലെയും നിങ്ങൾക്കൊരു നമ്പർ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ആ നമ്പർ ഇപ്പം A24 എന്നാണെങ്കിൽ
A24 എന്നാണ് ആ ഗ്യാസ് സിലിണ്ടറിന്റെ മേലെയുള്ള നമ്പർ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമ്മളിപ്പോ എല്ലാത്തിനും നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഏതൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കില്ല. അപ്പോൾ A24 എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ, അതായത് മാർച്ച് 24, അവസാനത്തെ 24 എന്ന് പറയുന്നത് എന്താണ്? 2024 എന്ന് അർത്ഥം. 2024 മാർച്ച് വരെ നമുക്കത് ഉപയോഗിക്കാം. 2024 മാർച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് അർത്ഥം. അതേപോലെ തന്നെ ഇപ്പം D 2022 എന്നാണെങ്കിൽ അതിന് ആടെയുള്ള നമ്പർ 2022 ഉണ്ടാവില്ല, 22 മാത്രം ഉണ്ടാവും. അപ്പൊ D 2022 എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? D എന്ന് പറഞ്ഞാൽ എവിടെ വരെ വരും? ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ? ഡിസംബർ 2022 ഡിസംബർ ആകുമ്പോഴേക്കും അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിനുശേഷം ആ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ CB എന്നൊക്കെ പറഞ്ഞിട്ട് വരും. C എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് വരെ, സെപ്റ്റംബർ വരെയാണ് വരുന്നത്. സെപ്റ്റംബർ വരെ എന്നുള്ളതാണ് വരുന്നത്. മനസ്സിലായല്ലോ? അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വാതകച്ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒക്കെ നമുക്കറിയാം. അത് എന്തൊക്കെയാണ്? അന്തരീക്ഷത്തിൽ ഈ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ താഴുവാണ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. നമുക്ക് അഗ്നിശമന സേനകളിൽ വിളിക്കാനാണ് ടോൾ ഫ്രീ നമ്പർ 101 ആണ്. പിന്നെ വരുന്നത് അതിൻ്റെ അകത്ത് ബയോമാസ്, ബയോഗ്യാസ് ഒക്കെ വരുന്നുണ്ട്. ബയോമാസും ബയോഗ്യാസും തമ്മിലുള്ള വ്യത്യാസം. ബയോമാസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പച്ചിലകള്, കരിയിലകള്, പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ്, അങ്ങനത്തെ വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് ബയോഗ്യാസ്. അപ്പോൾ ആ ബയോഗ്യാസ് നമ്മൾ കത്തിക്കുന്ന സമയത്തൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മീഥെയ്ൻ, ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള വാതകങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് നല്ലതല്ല, ശരീരത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കലരുന്നത് നല്ലതല്ല. അപ്പം നമ്മളത് ബയോഗ്യാസിന് നമ്മൾ പ്ലാന്റിലിട്ടിട്ട്, ബയോഗ്യാസ് പ്ലാന്റിലിട്ടിട്ട് ബയോഗ്യാസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് അന്തരീക്ഷ മലിനീകരണം കുറക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇന്ധനം കൂടുതലായിട്ട് ഇന്ധനം നമുക്ക് അർഹിക്കുന്ന നമുക്കതിന് ആവശ്യമായൊരു കലോറിഫിക് മൂല്യം അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ അതങ്ങനെ മാറ്റുന്ന സമയത്ത് ബയോഗ്യാസിന് എന്താണ്? ഓക്സിജന്റെ അഭാവത്തിൽ നമ്മുടെ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഈ ബയോമാസ് ബയോഗ്യാസ് ആയിട്ട് മാറുന്നത്. ആ സമയത്ത് സ്ലറി എന്ന് പറയുന്ന ഒരു ദ്രാവകം പുറത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതെന്താണ്? നമുക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു മാനുവറാണ്, നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.